അല്ല എനിക്ക് എന്താ പറ്റിയേ? എന്റെ റസിയെ തുണിയാണ് നനയ്ക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. പെട്ടെന്ന് ഇങ്ങനെ കുനിഞ്ഞപ്പോ അങ്ങോട്ട് കയറി വിളിക്കല്ലേ. അല്ല അതല്ലേ ഞാൻ രാവിലെ വർത്താനം പറയുമ്പോ ഓക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇക്ക വന്ന് ചോദിക്കുമ്പോ ഞാൻ ഞെട്ടി. എന്നോട് വാസത്യാ പറഞ്ഞതേ ആകെ നടു ഉളുക്കിയിട്ട് കിടക്കാണ്, ആകെ ഇടങ്ങറായി എന്ന് പറഞ്ഞു. എനിക്ക് വയ്യ കേട്ടോ. അന്ന വല്ല ആശുപത്രിയിലും കൊണ്ടുപോയാലൊക്കെ. അത് ആശുപത്രിയിൽ ഇപ്പൊ അങ്ങനെ വേണ്ട, അതിന്റെ ആവശ്യമില്ല. അമ്മ പറഞ്ഞേ പ്ലാവിലിട്ടിട്ട് പിന്നെ വെള്ളം ചൂടാക്കിയിട്ട് നടുവിന് പിടിച്ചാൽ നല്ലാന്ന് പറഞ്ഞു. അതല്ലേ അത് ശരി. അപ്പൊ അമ്മപ്പ അത് എനിക്ക് ആശുപത്രിയിൽ മണമൊന്നും പറ്റില്ല. അതെ അല്ലേ, അത് ശരി. അപ്പൊ എന്നിട്ട് ഇപ്പൊ അത് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കൊഴപ്പൊന്നുമില്ലേക്കാ. എന്നാലും ഓക്ക് നല്ല വേനുണ്ട് ആ മുഖം നോക്ക്. അയ്യോ ആര് വിളിക്കണ്ട? ജെസ്സിയാണ്. ആർക്കും പറ്റിയാലും ഇങ്ങനെ തന്നെ അല്ലേ? ഹലോ ആ ജെസ്സി. ആ എടി അതെ, നിനക്കെന്താ സുഖയില്ലെന്ന് നിശ്ചയം പറഞ്ഞു, എന്താ പറ്റിയേ? ഓ ഒന്നും പറയണ്ട. എന്താ എന്താന്നും പറയാട്ട് പറഞ്ഞോളി. എന്തിനാ പറയാണ്ടിരിക്കണേ? അതെ ഞാനൊന്ന് തുണി അലക്കാൻ പോയപ്പോ ഉണ്ടല്ലോ കുനിഞ്ഞപ്പോ ഉളുക്കി. എനിക്ക് ഭയങ്കര വേദന. നിനക്ക് ഒട്ടും വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോണോ? ഞാൻ പറഞ്ഞോ അങ്ങോട്ട്? അല്ലല്ല ഹോസ്പിറ്റലിൽ പോണ്ട. അത് അമ്മ പറഞ്ഞേ പിന്നെ എന്തോ പ്ലാവില പിന്നെ ചൂടാക്കിയിട്ട് ആ വെള്ളം നടുവിന് പിടിച്ച പെട്ടെന്ന് മാറുന്നു. എന്തിനാ ആശുപത്രി പോണിപ്പോ? പക്ഷേ കൊറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നേ. അപ്പൊ കൊച്ചിന്റെ യൂണിഫോം ഒക്കെ കിടക്കാണ്. എന്ത് ചെയ്യൂന്നാണ് ഞാനിപ്പോ വിചാരിക്കണത്. എടി നീ അത് ടെൻഷൻ അടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ആ തുണിയൊക്കെ കൂടിയിട്ടേ ഒരു കവറിലാക്കിട്ട് അവിടെ വെച്ചേരെ. ഞാൻ ഇച്ചേനെ അങ്ങോട്ട് വിടാം, ഇച്ചേന്റെ കയ്യിൽ കൊടുത്ത് വിട്ടാ മതി. അയ്യോ അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ? എന്ത് ബുദ്ധിമുട്ട്? നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇച്ചേനെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിടും. നീ ആ തുണി അങ്ങ് കൊടുത്ത് വിട്ടാ മതി കേട്ടോ. ഞാൻ അലക്കിയിട്ട് തിരിച്ച് ഇച്ചേന്റെ കയ്യിൽ തന്നെ കൊടുത്ത് വിട്ടേക്കാം. ആ എന്നാ ശരി. ആ ശരി ശരി. ആരാണ്? അതെ ജെസ്സിയാണ്. എന്താ പറഞ്ഞത്? ഓ ജെസ്സി പറഞ്ഞു തുണിയൊക്കെ കൊറേ അലക്കാനുണ്ട്. അപ്പൊ പിന്നെ ജെസ്സി കൊണ്ടുപോയി അലക്കി തരാന്ന് പറഞ്ഞു. ജോസേട്ടനെ ഇപ്പൊ ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞു. പിന്നെ അല്ല ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തിനാണ് അങ്ങോട്ട് കൊടുത്തു വിടുന്നത്? റസിക്ക് അതൊന്നും ശീലല്ലാത്തല്ലേ. എന്താണ് ഈ പറയണ? അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നമ്മൾ സഹായിക്കണ്ടേ? ഞാൻ എല്ലാ തുണി ഞാൻ അലക്കിക്കോളാം. ഈ ഒന്നും അറിയണ്ട. ഇനി എന്താ അടിച്ചു വരണോ? ഞാൻ അടിച്ചു വാരി തരൂ എനക്ക്. പിന്നെ ഇവിടെ ഒന്നും വച്ചുണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി തരാം. വാഷ് ചെയ്ത് കിട്ടിയാൽ തന്നെ വലിയൊരു സമാധാനായി. പഠിച്ചുവാരിയില്ലെങ്കിലും കുഴപ്പമില്ല. അതെ അതെ അമ്മ ചെയ്തോളത്. തുണിയൊക്കെ ഞാൻ കഴുകി തരാന്ന്. തുണി ഇനിയിപ്പോ നമുക്ക് കഴുകാൻ കൊണ്ടുപോവാം. ഇതാണ് ഞാൻ കഴുകി തരാന്ന്. ചുവന്ന ഷർട്ടൊക്കെ ഉണ്ട്, ഒക്കെ കഴുകാണ്. ചുവന്ന ഷർട്ടൊക്കെ കഴുകാൻ. എന്നാ നീ കിടന്നു നേരെ കിടക്ക്. ആശുപത്രിയിലൊന്നും പോകണ്ട. എന്താ സ്ഥിതിയില്ലേ? ഇതൊക്കെ ഞാൻ കൈക്കൊള്ളാട്ടോ. പിന്നെ ഈ ഒന്നിനും ഇവിടുന്ന് എണീക്കണ്ട. ഉണ്ടെങ്കിൽ റസിയാന്ന് വിളി വിളിച്ചാ കിടന്നോട്ടോ. ശരിട്ടാ.